ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് സട്ടാ ബസാറിൻ്റെ പ്രഡിക്ഷൻസ് ആണ്. എന്താണ് ഈ സട്ടാ ബസാർ? ഈ സട്ടാ ബസാർ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഒരു ബസാറാണ്. ഈ ബസാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വാതുവയ്പ്പിൻ്റെ ഒരു കേന്ദ്രമാണ് എന്നുള്ളതാണ്. സാംസ്കാരികപരമായിട്ടും ഇതിന് ഒരുപാട് മൂല്യങ്ങളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ബസാറിലുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ ഇവിടെ വാതുവയ്പ്പ് തുടങ്ങുന്നത് ഒരു പശു അതുവഴി നടന്നു വരികയാണെങ്കിൽ അത് ഇടത്തോട്ട് പോകുമോ വലത്തോട്ട് പോകുമോ എന്ന് പ്രഡിക്റ്റ് ചെയ്യണം. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് ജയിക്കുന്ന ആൾക്ക് ഇത്ര തുക സമ്മാനം. ഇതാണ് അവിടുത്തെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അതായത് ആ ഒരു രീതിയിൽ പോലും വളർന്ന ഒരു ബസാറാണ് ഈ സട്ടാ ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളർന്ന ഈ ഒരു ബസാർ പിൽക്കാലത്ത് വാതുവയ്പ്പിൻ്റെ വലിയൊരു കേന്ദ്രമായി മാറി. വലിയ വലിയ കോടീശ്വരന്മാരടക്കം വന്ന് ക്രെഡിബിളായിട്ട് അവിടെ വാതുവയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് കളിയെക്കുറിച്ചുള്ള വാതുവയ്പ്പ്, പിന്നെ പോരാത്തതിന് ഈ ഇലക്ഷനെ കുറിച്ചുള്ള വാതുവയ്പ്പ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള വാതുവയ്പ്പും അവിടെ നടക്കുന്നു. പോരാത്തതിന് പലതും സത്യമായി മാറുന്നു. അതായത് പല ആൾക്കാരുടെയും പ്രഡിക്ഷൻസ് അവിടെ സത്യമായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സട്ടാ ബസാറിന് ഇത്രയധികം പ്രാധാന്യം ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോഴിതാ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സട്ടാ ബസാറിൻ്റെ പ്രഡിക്ഷൻസ് വന്നിരിക്കുകയാണ്. എന്താണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത്? സട്ടാ ബസാറിൻ്റെ പ്രഡിക്ഷൻസ് അനുസരിച്ച് മഹാഗഠബന്ധൻ ബീഹാറിൽ 83 മുതൽ 85 സീറ്റ് വരെ നേടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. BJP അഥവാ NDA ആ മുന്നണി എത്ര സീറ്റ് നേടുമെന്ന ചോദ്യത്തിന് 144 മുതൽ 146 സീറ്റ് വരെ NDAക്ക് അവിടെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ സട്ടാ ബസാറിൻ്റെ ആ ഒരു പുതിയ പ്രവചനം വന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു വലിയ വാർത്തയായി ഇപ്പോൾ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളെല്ലാം തന്നെ ക്യാരി ചെയ്തു പോവുകയാണ്. ഒരുപക്ഷെ ഒരു എക്സിറ്റ് പോളോ സർവേയോ വന്നാൽ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഇമ്പാക്റ്റാണ് സട്ടാ ബസാറിലെ വാർത്തകൾക്ക് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.